എല്ലാ കാര്യങ്ങളും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി എതിർ രാഷ്ട്രീയ പാർട്ടികളെ കൂടി വരുതിയിൽ നിർത്താനുള്ള CPM-ന്റെ കഴിവ് അതെന്തായാലും നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂട്ടോ. കാരണം CPM കണ്ണുരുട്ടുമ്പോൾ ഇപ്പോഴും കോൺഗ്രസ്സുകാർ മൂത്രമൊഴിക്കുന്നു. എന്തിന് കോൺഗ്രസ്സുകാരെ? ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. CPM എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ വരുന്ന തിരഞ്ഞെടുപ്പോടെ നിങ്ങൾക്ക് കാണാം. 13-ാം തീയതി ഇലക്ഷന്റെ റിസൾട്ട് വരുമല്ലോ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ തവണ CPM-ന് കിട്ടിയ മേധാവിത്വം എത്രയാണ്? ഒരു കോർപ്പറേഷൻ ഒഴികെ ബാക്കിയുള്ള കോർപ്പറേഷനുകൾ ഒരു 90% നമ്മുടെ മുനിസിപ്പാലിറ്റികൾ, ഒരു 80% പഞ്ചായത്തുകൾ, ഇതൊക്കെ കൈപ്പിടിയിലാക്കിയ 11 ജില്ലാ പഞ്ചായത്തുകൾ. ഇത്രയും ഗംഭീരമായ വിജയം CPM-ന് ഇപ്രാവശ്യം നേടാൻ പറ്റില്ല. കാരണം അവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തിരിച്ചടിക്കുകയാണ്. സ്ത്രീ പീഡകന്മാരെന്ന് കോൺഗ്രസിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞപ്പോ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന അമ്മമാരുടെയൊക്കെ മനസ്സിലുള്ളത് ഏറ്റവും വലിയ സ്ത്രീ പീഡകന്മാർ നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ഏറ്റവും വലിയ സ്ത്രീ പീഡകന്മാർ എന്ന് സ്ത്രീകൾ ചോദിക്കുന്നു. കാരണം അവരറിയുകയാണ് പഴയ കഥകളൊക്കെ മരുമോന്റെ കഥകൾ ഉൾപ്പെടെ, മരുമോന്റെ ഗാർഹിക പീഡനങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. മുകേഷിന്റെ കഥകൾ, മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത കണ്ണുനീരോടെ വിങ്ങലോടെ അന്നത്തെ മാധ്യമപ്രവർത്തകയായ വീണ ജോർജിനോട് പറഞ്ഞ സത്യങ്ങൾ, ഇതൊക്കെ കാണുകയല്ലേ ജനങ്ങൾ. അപ്പൊ ജനങ്ങള് വളരെ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടം അല്ല. ഇതിനൊക്കെ എതിരെ പറയുന്ന ആൾക്കാരെ, ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആൾക്കാരെ പിടിച്ച് അകത്തിടുന്നു. രാഹുൽ ഈശ്വർ ഇപ്പോഴും അകത്താണ്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന ഈ കാര്യങ്ങളൊക്കെ വ്യാജങ്ങളാണ്, ഈ പരാതികൾ കള്ളപ്പരാതികളാണ് എന്ന് ആദ്യമായി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് രാഹുൽ ഈശ്വറും ദീപ ജോസഫും ഒക്കെ ആയിരുന്നു. സുപ്രീം കോടതി അഭിഭാഷകയായ ദീപ ജോസഫും ഒക്കെ ആയിരുന്നു ഇത് പൊതു സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. ഈ പരാതിക്കാരി അതിജീവിതയൊന്നല്ല, അത് ഫ്രോഡാണ് എന്ന് വിളിച്ചു പറഞ്ഞത്. അവർക്കെതിരെ നിയമ നടപടി ഇപ്പോ ഇതാ ഹൈക്കോടതി വരെ സംശയം ഉന്നയിക്കുന്നു. ഈ പരാതികൾ സംശയാസ്പദമാണ്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. 13-ാം തീയതി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഫലമറിയുമ്പോൾ നമുക്കറിയാം CPM-ന്റെ പോക്ക് എങ്ങോട്ടാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥിതി എന്താവും തുടങ്ങിയ 2 കാര്യങ്ങൾ അറിയാൻ ഇനി മണിക്കൂറുകൾ, അല്ലേ? നമ്മൾ ദിവസങ്ങളെന്നൊന്നും പറയണ്ട, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ജനങ്ങളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പഴയ പോലെ അല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ പണ്ട് പത്രം ആരെങ്കിലും ഒന്ന് മറച്ചു നോക്കിയാലായി. ഇന്നതല്ല. ഇന്ന് എല്ലാ സ്ത്രീകളുടെയും എല്ലാ പുരുഷന്മാരുടെയും, അതായത് 18 വയസ്സ് പൂർത്തിയായി വോട്ടവകാശമുള്ള എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ഒന്നമർത്തിയാൽ അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ സത്യങ്ങളും, എല്ലാ വാസ്തവങ്ങളും, എല്ലാ പഴങ്കഥകളും അവർക്ക് മുന്നിലേക്ക് വരും. പഴയ പോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ഇനി എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ തെളിവുകളാണ്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞ കള്ളങ്ങളൊക്കെ പൊട്ടിപ്പോയത്, അല്ലേ? നാഷണൽ ഹൈവേ ഓരോ ദിവസവും ഞങ്ങൾ പരിശോധിക്കും, ഓരോ ദിവസവും അവലോകന യോഗം, മുഖ്യമന്ത്രിയുടെ യോഗം, ഞങ്ങളാണ് ഇതിന്റെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം തകരാൻ തുടങ്ങിയപ്പോൾ പറയുന്നു ഞങ്ങളല്ല, അത് മുഴുവൻ കേന്ദ്രമാണ് എന്നിവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. മരുമോന്റെ റീൽസ് ഉണ്ട്. അപ്പോൾ അമ്മായിസ് തന്നെ പറയാണ് ഞങ്ങളല്ല. മരുമോൻ പിന്നെന്തോ തമാശ കളിച്ചതാണ്. ഇതൊക്കെ ചെയ്യേണ്ടത് നിതിൻ ഗഡ്കരിയാണ്, ഇതൊക്കെ ചെയ്യേണ്ടത് നരേന്ദ്രമോദിയാണ്, ഇതൊക്കെ ചെയ്യേണ്ടത് BJP ആണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള പാകപ്പിഴവാണ്. മരുവൻ പിന്നെ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട എന്ന് അമ്പായസ് തന്നെ പറയുകയാണ്. എന്തുകൊണ്ട്? കാരണം സത്യം ജനങ്ങൾ അറിയുന്നു. അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വരാനിരിക്കുന്ന റിസൾട്ട് അതാണ് ജനങ്ങൾ CPM-ന് കൊടുക്കുന്ന ഉപഹാരം. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ ഉപഹാരം ഏത് തരത്തിലുള്ള ഉപഹാരമാണ്? പന്നീർ പൂവാണോ, അതല്ല നല്ല കള്ളിമുൾ ചെടിയാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.